കേരള രാഷ്ട്രീയത്തിൽ അതീവ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുന്നത്. വെറും 6 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ശശി തരൂരിന്റെ ഫ്ളാറ്റിലെത്തിയ കാഴ്ച രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒന്നടങ്കം ഉറ്റുനോക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഡൽഹിക്ക് തിരിക്കും മുൻപേ തരൂരിനെ നേരിൽ കണ്ട് സതീശന്റെ നീക്കം കേവലം ഒരു സൗഹൃദ സന്ദർശനമല്ല, മറിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ വ്യക്തമായ റോഡ് മാപ്പാണത്. കോൺഗ്രസിനൊപ്പം തന്നെ ഉറപ്പിച്ചു നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന തരൂർ സതീശന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് വലിയ ഊർജ്ജമാണ് പകരുന്നത്. 2 സുപ്രധാന ആവശ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് തരൂരിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഒന്നാമതായി, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്ത് സജീവമായ സാന്നിധ്യം അറിയിക്കുകയും പരമാവധി വേദികളിലേക്ക് തരൂരിന്റെ പ്രഭാവം എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. തരൂർ എന്ന അന്തർദേശീയ നേതാവിന്റെ സ്വാധീനം വോട്ടുകളായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇതിനൊപ്പം തന്നെ അതീവ ഗൗരവകരമായ മറ്റൊരു ദൗത്യം കൂടിയുണ്ട്. വിഷൻ 2026 എന്ന ഡോക്യുമെന്റ്. കേരളത്തിന്റെ വരാനിരിക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്ന ഈ ചരിത്രരേഖ തയ്യാറാക്കുന്നതിൽ തരൂരിന്റെ വൈദഗ്ധ്യം വിനിയോഗിക്കാനാണ് സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഈ വികസന രൂപരേഖയിൽ തരൂരിന്റെ കയ്യൊപ്പ് പതിയുന്നതോടെ അത് കൂടുതൽ സ്വീകാര്യമാകുമെന്നും പാർട്ടി കരുതുന്നുണ്ട്. ഈ നീക്കങ്ങളുടെ തുടർച്ചയായി ഫെബ്രുവരി 6-ാം തീയതി സതീശന്റെ ജാഥയിൽ തരൂർ നിറസാന്നിധ്യമായി മാറുമെന്നാണ് പറയുന്നത്. CWC അംഗവും ദേശീയ നേതാവുമായ തരൂർ ഇത്തരം വേദികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പാടില്ലെന്ന കർശനമായ നിലപാടാണ് ഇപ്പോൾ നേതൃത്വത്തിനുള്ളത്. തന്നെക്കുറിച്ച് ഉയരുന്ന ആരോപണങ്ങൾക്കും പാർട്ടി മാറ്റം സംബന്ധിച്ച ചർച്ചകൾക്കും വിരാമമിട്ടുകൊണ്ടാണ് തന്റെ ജീവിതത്തിൽ ഒരേ ഒരു പാർട്ടി ഉള്ളൂ എന്നും അത് കോൺഗ്രസ് മാത്രമാണ് എന്നും തരൂർ വ്യക്തമാക്കുന്നത്. UDFന്റെ വലിയ വിജയം ഉറപ്പാക്കാൻ താൻ മുന്നിലുണ്ടാകും എന്നും അദ്ദേഹം ഉറച്ചു പറയുന്നുമുണ്ട്. നാളെ ഡൽഹിയിൽ കേന്ദ്ര ബജറ്റ് അവതരണത്തിൽ സാക്ഷ്യം വഹിക്കാൻ തരൂർ ഒരുങ്ങുക കൂടി ചെയ്യുന്ന ഒരു സമയമാണിത്. ധനമന്ത്രി നിർമ്മല സീതാരാമന് മുന്നിലേക്ക് കേരളത്തിന്റെ 29 ആവശ്യങ്ങൾ ഉയർത്തുന്ന ഘട്ടത്തിൽ തരൂരിന്റെ സാന്നിധ്യവും നിർണായകമാണ്. പ്രത്യേകിച്ച് എയിംസ് എന്ന വർഷങ്ങളായുള്ള ആവശ്യം യാഥാർത്ഥ്യമാക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. എയിംസ് അനുവദിക്കുമെന്ന് പണ്ടേയുള്ള വാഗ്ദാനമാണ് എന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതൽ താൻ ഇതിനായി പരിശ്രമിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കടലമ്മയുടെ മക്കളുടെ സംരക്ഷണവും തീരദേശ മേഖലയുടെ സുരക്ഷയും തന്റെ പ്രഥമ പരിഗണനയായിരിക്കുമെന്നും ഓരോ വർഷവും നഷ്ടമാകുന്ന കേരളത്തിന്റെ ഭൂമിയെക്കുറിച്ച് ആർക്കും ചിന്തയില്ലേ എന്ന ഗൗരവകരമായ ഒരു ചോദ്യം കൂടി തരൂർ ചോദിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനങ്ങളുടെ തെളിവ് നാളെ ബജറ്റിൽ കാണുമോ എന്ന് കാത്തിരുന്ന് കാണാം എന്നുകൂടി അദ്ദേഹം അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും സതീശൻ നടത്തിയത് ഒരു അതിനിർണായകമായ കൂടിക്കാഴ്ചയാണ്. തരൂറിൻ ഡൽഹിയിലെത്തുന്നു, അവിടെ നിന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച ചെയ്യുന്നു, ശേഷം കേരളത്തിലേക്ക് എത്തുന്നു. ഇവിടെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തരൂരുമായി രഹസ്യമായ കൂടിക്കാഴ്ചയും അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിനകത്ത് വെച്ച് തന്നെ നടത്തുകയും 2 ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയും ഇതിനെല്ലാം അനുകൂലമായ ഒരു പച്ചക്കൊടി തരൂർ കാണിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും കോൺഗ്രസിന് അനുഗ്രഹീതമായ കാര്യമാണ്.